സഹോദരന്മാരെ സഹോദരികളെ, അപ്പോൾ കാണാൻ എന്തെല്ലാം ഉണ്ട്, പക്ഷെ അത് കാണൂല. പിന്നെയോ ആ അശ്ലീലം, ആ തുണിയിച്ച് ചാടുന്ന കാഴ്ച മുസ്ലിം കാണാനോ? കാബം കണ്ട മുസ്ലിം, റബ്ബിന്റെ മുമ്പിൽ കാബം കാണാത്തവൻ തന്നെ ലോകത്തിൽ എവിടെയും റബ്ബിന്റെ വീട്ടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കും, നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കും എന്ന് റബ്ബിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടത് സിറാത്തുൽ മുസ്തഖീമാണെന്ന് 17 തവണ ദൈനംദിനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മനുഷ്യൻ അശ്ലീലം കാണാനോ, വടക്ക് കാഴ്ച കാണാനോ? അതൊരിക്കലും നമുക്ക് ഉചിതമല്ല, യോജിച്ചതല്ല. ചെറിയ കാര്യം വരെ ഞാൻ പറയട്ടെ. ചില കുട്ടികളൊക്കെ, ചില പുരുഷന്മാർ തന്നെ ഫോട്ടോ ഉള്ളതായ ഡ്രസ്സ് ധരിച്ചിട്ട് പള്ളിയിലൊക്കെ വരുന്ന കാണാം അല്ലേ? ചെറിയ കാര്യം ഞാൻ പറയുന്നത്. നമ്മുടെ അശ്രദ്ധ എന്ന ആ രോഗം ഞാൻ എഴുതിയ രൂപത്തിൽ, ഞാൻ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടെന്ന് വന്ന രൂപത്തിൽ ഈ ടൈമിൽ പറഞ്ഞു തീർക്കാൻ പറ്റുകയില്ല എന്ന് എനിക്കറിയാം. ഈ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയുകയാണ്. നോക്കൂ, നാം ഇവിടെ സാധാരണ കാണുന്നു ലോകത്തിലുള്ള വലിയ വലിയ കമ്പനികൾ, ഫാക്ടറികൾ, അവരുടെ പരസ്യത്തിന് വേണ്ടി പലതും എഴുതി വിടും. ആ പരസ്യത്തിന് വേണ്ടിയുള്ള ലൗഹ, അതിനുള്ളതായ പലക, അതിനുള്ളതായ ഭാഗം, അതിനുള്ള തൂണ്, അതിനുള്ള കോന്തം, അത് നീയായി മാറാനോ? നിന്റെ പുറത്ത് അവന്റെ പരസ്യം, അതും പേറി നീ നടക്കാം. പള്ളിയിലേക്ക് പോകുമ്പോൾ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ, ചെറിയ ഉദാഹരണം മാത്രം. ഇതിന് പുറമെ നീ പരസ്യമായി മാറുക എന്നതിന് പുറമെ നീ രൂപമുള്ളതായ ഒരു വസ്ത്രം റസൂലുള്ള വീട്ടിൽ കിടന്നപ്പോൾ ആയിഷ ഭംഗിക്ക് വേണ്ടി അവരുടെ മതിലിൽ തൂക്കി കണ്ടപ്പോൾ റസൂൽ പിച്ച് ചിന്തിയ വാർത്ത നിങ്ങൾക്ക് അറിയാമല്ലോ. റസൂൽ എന്ത് പറഞ്ഞു? മലക്കുകൾ വരൂല ഇതുള്ള സ്ഥലത്ത് നിന്ന്. ഏത് ഇങ്ങനെ കുത്തിപ്പിടിപ്പിച്ച ചിത്രമുള്ളതായ അങ്ങനെയുള്ള മലക്കുകൾ വരാത്ത സാധനം, മലക്കുകൾ വേണ്ട സ്ഥലമാകുന്ന പള്ളിയിലും വേണ്ട സ്ഥലമാകുന്ന നമസ്കാരത്തിലും നീ ഡ്രസ്സ് ധരിച്ചിട്ട് നിന്റെ കുട്ടികളെ കൊണ്ട് ധരിപ്പിച്ചിട്ട് പള്ളിയിൽ കൊണ്ടുപോകാനോ? ചെറിയൊരു ഉദാഹരണം. നമ്മളുടെ അശ്രദ്ധ കണ്ടില്ലേ? നമ്മൾ എന്നിട്ട് പലരിലും ഉണ്ടാവുന്ന അശ്രദ്ധ കണ്ടില്ലേ? കുട്ടിക്ക് വസ്ത്രം വാങ്ങും, എന്താ ഫോട്ടോ ഉണ്ടായാൽ ചിലപ്പോൾ നായൻ്റെ ഫോട്ടോ, ചിലപ്പോൾ പന്നിയുടെ ഫോട്ടോ, ചിലപ്പോൾ എന്തെങ്കിലും കോലം, വിരോധമില്ല, പറ്റൂല. ചെറിയ ഉദാഹരണമാണ്. നാം അശ്രദ്ധ നമുക്കുണ്ടാവരുത്. നാം ലഹും ആദാനും ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കണം, കാണേണ്ടത് കാണണം, പറയേണ്ടത് പറയണം, ചെയ്യേണ്ടത് ചെയ്യണം. എന്തുകൊണ്ട്? ഇന്ന സമഅ, നിങ്ങളുടെ കേൾവി, വൽ ബസറ, നിങ്ങളുടെ കാഴ്ച, വൽ ഫുആദ, നിങ്ങളുടെ ഹൃദയം, കുല്ലു ഉലൈക, അതെല്ലാം കാന അൻഹു മസ്ഊല, അവകളെ കുറിച്ചെല്ലാം പരലോകത്തിൽ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. മറുപടി കണ്ടെത്തണം.